നമ്മളിപ്പോ ഉള്ളത് ഗ്രീൻബർഗ് റിസോർട്ടിലാണ്. എടാ ഏതാ സ്ഥലം? കുളമാവ്. നിയാസേ അടിപൊളിയല്ലേ? അടിപൊളി. ഇപ്പം ഏകദേശം 11 വരെ എന്തോ ആയി, പക്ഷെ ഇവിടെ ഒരു വെയിലും ഇല്ല, നല്ല രസമുണ്ട്. അതെ അതെ, അത് മാത്രല്ല ഭയങ്കര ഇരുട്ടും, എന്താന്ന് അറിയുന്നില്ല, വെളിച്ചേ ഇല്ല. അങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ തോന്നിയ. അപ്പൊ പോവല്ലേ? നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? ഹലോ സംസാരിക്കും. നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? നമ്മളത് ആ കുന്നിന്റെ മുകളിലൊക്കെ പോകുന്നത്. ഇതുണ്ടല്ലോ, ഇത് റിസോർട്ട് എല്ലാം അടിപൊളിയാട്ടെ. ഇതെന്ന് പറഞ്ഞാൽ കൊച്ചിന്ന് വെറും 2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അടിപൊളി അല്ലെ? ഭയങ്കര റിസോർട്ട്. രാവിലത്തെ മഞ്ഞില്ലേ, അത് പറയാനില്ല. ഞാൻ പിന്നെ രാവിലെ ഇവിടെ അതൊന്നും കണ്ടില്ല. ആണ് നമ്മൾ പോകുന്നത്. ട്രക്കിംഗ് ആണ്. ആ പുള്ളി നമ്മളെ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി വെറുപ്പിക്കുന്നില്ല. ഇത് ചിത്ര. ഹലോ, ഹായ് പറ. നമ്മുടെ സ്വന്തം വിഷ്ണു. വിഷ്ണുവിന്റെ പേരെന്തായിരുന്നു? അമ്പ്രു. അല്ല, എന്താ പറയാ? വിഷ്ണു നമ്പൂതിരി. വിഷ്ണു നമ്പൂതിരി. നിനക്ക് ഞാനത് കറക്റ്റ് ചെയ്യാൻ നീ ഇതുവരെ ചെയ്തോ? നീ എന്താ ചെയ്യാത്ത? നിനക്ക് ഇടക്കിടക്ക് ഓർമ്മ. ഈ ചെറുക്കന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അവരത് മറന്നു പോകും. അപ്പൊ നമ്മള് ട്രക്കിങ്ങിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കാണിച്ചാൽ ഏതാ ഇത് തന്നെ 1.5 മിനിറ്റ് ആയി. ഇതൊരു ഫുട്ബോൾ കോർട്ടോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഹായ്. അത് നമ്മുടെ മാനേജർ ആട്ടോ ഇപ്പൊ പോയത്. ഇതിന്റെ മേളിലേക്ക് പോയാലാണ് റിസപ്ഷൻ. പിന്നെ ഒക്കെ വഴി കാണിച്ചു തരാം. ഒക്കെ ഭയങ്കര ഒത്തിരി നല്ല നടക്കാനും ഓടാനും ചാടാനും ഒക്കെ ആയിട്ട് ഒത്തിരി സ്പേസ് ഉള്ള റിസോർട്ട് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്കിപ്പോ ഒരു ഈവനിങ് വാക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഷട്ടിൽ കളിക്കണം. നമ്മളെ നാട്ടിൽ നിന്ന് ഷട്ടിൽ കളിച്ചോണ്ടുണ്ടായിരുന്നാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് അതൊക്കെ നമുക്ക് പിന്നെയും ചെയ്യാലോ. പോവല്ലേ? എവിടെ അവൻ? പോവല്ലേ? ഓക്കെ. അതാണ് നമ്മളുടെ വണ്ടി. സൂം ചെയ്ത് കാണിച്ചു കൊടുക്ക്. അയ്യോ, അതാ നമ്മുടെ വണ്ടി. നമ്മൾ ഇത്രയും കേറിയോ? അതെ. ഭയങ്കര രസം കേട്ടോ. പിന്നെന്താ ഇവിടെ കാണാനുള്ള? ഇത് ഇതിന്റെ മുകളിൽ തന്നെ ലാസ്റ്റ് ആണോ? ബാലൻസ് കിട്ടുന്നില്ല, ഇതൊരു സംഭവം ആയതുകൊണ്ട്. ഓ വാവ്, എന്തൊരു പേരെന്താ? കാർത്തിക്. ഇവിടെ തന്നെയാണോ? ഓക്കെ. ഹലോ ഗൈസ്, ഇതാണ് കാർത്തിക്. കാർത്തിക് ആണ് ഞങ്ങൾക്ക് വഴി കാണിച്ചിരുന്നത്. നമ്മുടെ വഴി തെറ്റി അല്ല, വഴി കാട്ടി. വഴി തെറ്റിയ എവിടെ? അപ്പൊ പുലി ഇറക്കുന്നതാണ് വരുന്നത്. കണ്ട സൈലന്റ് ആയിട്ട് നിന്നാ മതി. അതെ, കണ്ടാ കടിക്കും. സൈലന്റ് ആയിട്ട് എങ്ങനെ കുതിങ്ങനെ? പുലി വന്നാല് സൈലന്റ് ആയിട്ട് നിക്കണം, അത്രേ ഉള്ളൂ. വെറുതെ പറഞ്ഞതാണ് തോന്നുന്നുണ്ട്. കണ്ട നമ്മളെ കഴിവ് പോലെ ഇരിക്കും, കണ്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു. ഇവനൊക്കെ അപ്പൊ കണ്ടോ അവന്റെ മുടി കണ്ടാ? പുലിന്റെ കാലതാ. തളർന്നോ? വേണ്ട, ഇത് പുലിന്റെ കാലാ. പുലിന്റെ കാല് കാണിച്ചിരുന്നു. അത് നീ ഇപ്പൊ ഫ്രഷ് ആണത്. ഫ്രഷ് അല്ല, ചോയ്ക്ക്. ഇത് കണ്ടിട്ട് പുലിന്റെ കാലം. ഇതിപ്പോ ഫ്രഷ് ആയിട്ട് അവന്റെ ഷൂസ് കൊണ്ട് ഇടിച്ചതാ. ഒറ്റ ഉണ്ടാക്കണ്ടാന്ന് കൂടുതൽ സൗണ്ട്. ചിന്താമണി കൊലക്കേസ് കണ്ടോ? അമ്മേ, കുറച്ചും കൂടെ നടക്കാനുണ്ട്. ഇതുപോലെയുള്ള ഏരിയയിലേക്ക് കൂടെയാണ് നടക്കുന്നത്. അപ്പൊ കുറച്ചധികം നടക്കാനുണ്ട്. ഇതുണ്ട് വിഷ്ണു. അപ്പൊ നമ്മൾ കളിക്കത്തില്ലേ? അയ്യോ എനിക്ക് വയ്യ. പക്ഷെ ഇവിടെ മേളിലേക്ക് കയറുന്നവരും കുറച്ച് വെയിൽ വരുന്ന പോലെ ഉണ്ടല്ലേ? ചൂട്. ആ വെയിലിന്റെ അടുത്തേക്ക് നമ്മൾ എത്തില്ല, അതുകൊണ്ടാ. എന്റെ അമ്മേ, നിയാസ് എങ്ങനെയുണ്ട്? ഇത് കണ്ടോ? അതൊക്കെ പിന്നെന്ത് കുടിക്കണം? ജ്യൂസ് കുടിക്കണം, വാട്ടർമെലൺ ജ്യൂസ്. ഓ വാവ്, സീൻ സ്ഥലം. എന്റെ അമ്മേ, ഞാൻ അങ്ങോട്ട് പോവല്ലേ? അയ്യോ, ഇതേതാ ടൗണ്? അത് തിരുവിതാംകൂർ. അങ്ങതല്ല നിന്റെ വീട്? ഒരു മിനിറ്റ്, ഇതൊന്നും എടുത്തോട്ടെ.
എല്ലാരും ഇങ്ങനെ പട്ടി കിതക്കുന്നത് പോലെ കിതക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ട്രീ ഹൗസ്. നൈസ് അല്ലേ? ഹലോ, എന്താ ഇവിടെ ഇരിക്കണ്? നീ കായലിലേക്ക് നോക്കി അയവിറക്കുകയാണോ? നൊക്ലാജിയ. വെയിൽ അത്ര വെയിലൊന്നുമില്ല. ഇത് കയാക്കിംഗ് ഏരിയ. ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. അത് കാണുന്നില്ലല്ലോ. നൈസ്. എവിടെ? വീടാണോ? ആയിരിക്കൂല. അവരവിടെ നിൽക്കുന്നു. വാ പോവാ, എന്നാല് ലേറ്റ് ആക്കണ്ട. നട്ടുച്ചയാണ് സമയം. പക്ഷെ ഇത് കണ്ടാ പറയോ നട്ടുച്ചയാണെന്ന്? രാവിലെയൊക്കെ പോലെ ഉണ്ട്. രാവിലെ ഒരു 9 മണി 10 മണി ആ ടൈം പോലെ ഉണ്ട്. ഇതാണ് ഒരു വാക്ക് വേ കേട്ടോ. കുറേ ഉണ്ട്, ലോങ് അവിടം വരെ ഉണ്ട്. നല്ല ഇങ്ങനെ നടക്കാം, രസമാ. പിന്നെതാ ഇവിടെ ഭയങ്കര ഭംഗിയുണ്ട്. എന്താ എന്ത് പറ്റി? എന്ത് ചെയ്യുവാ? ഓ, വീഡിയോ എടുക്കുവാണോ? അപ്പം ഇപ്പൊ ഏകദേശം എത്ര സമയായി? ആ, ഭക്ഷണം കഴിക്കേണ്ട ടൈമായില്ലേ? അപ്പം നമ്മൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റി. അപ്പം അതിലൊക്കെ കയറണമെങ്കിൽ കുറച്ച് ശക്തി വേണമല്ലോ, കുറച്ച് സ്ട്രെങ്ത് വേണമല്ലോ, എനർജി വേണമല്ലോ. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതും കൂടെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാണിച്ചു തരാം. ഭയങ്കര നോക്ക്, എന്ത് രസാ. കുറേ ആൾക്കാരൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പം നമ്മൾ 4 പേരുള്ളതുകൊണ്ട് രസമുണ്ട്. ഒത്തിരി സ്പേസ് ഉണ്ട് ഇവിടെ, നല്ല സ്ഥലം. എന്തോ തള്ളി മറിക്കുന്നുണ്ട് നിയാസ്. പക്ഷി വളർത്തുന്ന കേന്ദ്രമാണ്. അപ്പൊ ഇവിടെ ഒരുപാട് പക്ഷികൾ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഇതിന്റെ ഓണർ എന്ത് ചെയ്തു, അവിടുന്ന് എല്ലാ ഭക്ഷണം പിടിച്ച് ഇതുപോലത്തെ കൂട്ടിൽ ഇങ്ങനെ അടിച്ചു. ഇത് കൂടായിരുന്നു. ആ കൂട്ടിൽ നിന്ന് പിന്നെ ഐറ്റങ്ങളെ ഫ്രീ ആയിട്ട് വിടാന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും വിട്ടിട്ട് അതിന് ശേഷമാണ് ഇത് ലേറ്റ് ആക്കിയത്. മനസ്സിലായി? അതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ബൾബ് ഇട്ടത്. പിന്നെ ഇവിടെ എന്താ പറയുക, ബൾബ് അങ്ങനെ കത്തുന്നില്ല, ഇന്ന പോലെ തന്നെ ലൈറ്റ് ആയിട്ടാണ് കത്തുന്നത്. പോയാലോ ഭക്ഷണം കഴിക്കാൻ? ചിത്ര ചന്ദ്രൻ വന്നാന്ന് തോന്നുന്നു. എനിക്ക് വിശക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും വിശക്കുന്നില്ല? എടാ, ഈ വാക്ക് വേ നല്ല രസമുണ്ടല്ലേ. എത്ര ഒരുപാടുണ്ടല്ലേ. അവിടുന്ന് അങ്ങോട്ടും ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടും ഉണ്ട്. നടന്നോ, ഞാൻ കാണിക്കാം. പക്ഷെ എന്തേലൊക്കെ പറഞ്ഞാ മതി. ഏത് പോടാ, പറിച്ച് ചെവിയിൽ വെച്ചോ, ആവശ്യമുണ്ട് നിങ്ങൾക്ക്. നമ്മൾ ആ ഭാഗത്തേക്കാണോ നേരത്തെ പോയത്? ഇതാണ് ബാഹുബലി ചാടിയ സ്ഥലമാണ്. അത് അവിടുന്ന് ഓടി വന്നിട്ട് മുകളിലേക്ക് കയറിയ സ്ഥലമാണ്. മനസ്സിലായി? അത് കൂട്ടല്ല, അതന്നെ. ഇതാ ഇവിടെയാണ് ബാഹുബലിന്റെ തല കുത്തിയത് ആദ്യം, എന്നിട്ട് താഴെ വീണ് ഫസ്റ്റ്. പിന്നെ രണ്ടാമത് വീണ്ടും ഓടി വന്ന് കേറിയിട്ടാണ് ഇതായത്. തമന്നേനെ പ്രേമിച്ചത് അല്ലേ? അതല്ലേ നീ പറയാൻ ഉദ്ദേശിച്ചത്? അത് നീ ചെവിയിൽ വെച്ച നോക്കട്ടെ. വെക്ക് വെക്ക് വെക്ക്. ഇല്ല, വെക്ക്, ഒന്ന് വെക്ക്, ഒന്ന് വെക്ക്.
സുന്ദരിയാണല്ലോ. വെള്ളം വെള്ളം എനിക്ക് എന്തേലും പ്രശ്നമുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് കറക്റ്റ്. എന്താ ചിരിക്കി പൊട്ടിച്ചിരിക്ക.